അയ്യോ ഇത് കണ്ടോടി, ഇത് വണ്ടി ഓടിച്ചാളല്ലേ? നമുക്ക് സുശീല വിളിക്കാം. വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ശൈലേ, നീ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വാ. ബാബുട്ടാ, ബാബുട്ടാ. ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടെങ്കിലോ. പെണ്ണുങ്ങളുടെ മറപ്പതയിൽ ആണുങ്ങൾ കയറിയിരിക്കുള്ളൂ. അതൊരു ശരിയാ. അയ്യോ, 2 പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പോലീസ് അവരെന്നെ തിരക്ക് വരികയാണ്. എന്റെ ദൈവമേ, അകത്തേക്ക് വരൂ, വരൂ. ഈ പരിസരത്ത് ഈ വീട് മാത്രമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നമുക്ക് കയറി ഒന്ന് പരിശോധിച്ചാലോ? എന്താണ് സാർ? എന്ത് വേണം സാർ? വെടിയുണ്ട. ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടയായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവനെ ഞങ്ങൾ പൊക്കും. ഞാൻ വിചാരിച്ച് ബാത്റൂം ആയിരിക്കുന്നു. തന്നെ ഞാൻ പുറത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അകത്ത് ഞാൻ പരിശോധിച്ചോളാം. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്? അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്. മേടിച്ചു വെക്കും. ഈ വേലക്കാരെല്ലാം മേടിച്ചു വെക്കും. തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്. ഇങ്ങനെ തുമ്മിനെ തന്റെ തലതെറിച്ചു പോടൂ. നീ പേടിച്ചു പോയായിരിക്കും. അതിനകത്തെ പാമ്പുണ്ട്. ഈ സർപ്പയക്കം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എടിയല്ലേ അവിടുന്ന് പാമ്പാണെന്ന്. അയ്യോ ചോര! അയ്യോ ചോര! എന്റെ മൂക്കിൽ കൂടെ ചോര! അയ്യോ 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 ചോര! ചോര! അയ്യോ എന്റെ ചോരക്കകത്തൂടെ കുറേച്ചെ തലച്ചോറും വരുന്നുണ്ടല്ലോ. എന്നെ ആശുപത്രി കൊണ്ടുപോകണം. എന്നെ എങ്ങോട്ടേക്കെന്ന് കൊണ്ടുപോകണം. അയ്യോ ഈ കഷായം 3 നേരം കൊടുത്താൽ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിക്കോളും. ഞാൻ വരട്ടെ കുഞ്ഞ്. സുശീലയുടെ അച്ഛൻ എവിടെ? അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഞാൻ അന്നേ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ, എന്നിട്ട് വന്നോ? ഇപ്പൊ വന്നില്ലേ? വന്നതാണോ? പൊക്കിക്കൊണ്ട് വന്നതല്ലേ? വേണ്ട, എഴുന്നേൽക്കണ്ട. വൈദ്യർ എന്നോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ പോലീസ് പിന്തുടർന്നെന്നോ എന്തോ പറയുന്ന കേട്ടു. അതെന്തിനായിരുന്നു? ഞാനെല്ലാം പറയാം. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ്
മണിമംഗലം ഗോപാലൻ എന്നറിയപ്പെടുന്ന വലിയ മനുഷ്യൻ എന്റെ ചിറ്റപ്പനാണെന്ന് മനസ്സിലായത് ചെറുപ്പത്തിൽ എന്നെയും എന്റെ അമ്മയെയും സ്വത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിച്ച എന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ, എന്തിനാണെന്നറിയില്ല, അയാളുടെ ഭാര്യയെയും കൊന്നു. എന്നിട്ട് ഞാനാണ് കൊന്നതെന്ന് പോലീസിന് വിവരമറിയിച്ചു. മാധവിയെ കൊന്നോ? മാധവി കൊച്ചമ്മയെ കൊന്നോ? അതെങ്ങനെ? ബോധം വീണിട്ടില്ലെങ്കിലും ഇനി ജീവനാവത്തില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് എന്റെ ജീവനാപത്താണ്. എന്താ? കാറ്റടിച്ചു വീണതാ. ബോധം വീണ് കിട്ടിയാൽ അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അവൾ പോലീസിനോട് പറയും. അതിനു മുൻപ് അവിടെ വെച്ച് തന്നെ നീ അവളെ കൊല്ലണം. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ തന്നെ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീനമല എസ്റ്റേറ്റും ബംഗ്ലാവും നിന്റെ പേർക്ക് ഞാൻ എഴുതി തരാം. അങ്ങനെ ഭയപ്പെടണ്ട. വാക്ക് മാറുവോ? ഈ മണിമംഗലം ഗോപാലൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ചീനമല എസ്റ്റേറ്റിലെ മണി മുതലാളി. കമലേ ഇവരൂടെ പോയി. രമണി, കമലേ, ഈ പേഷ്യന്റ് എവിടെ പോയി? എന്ത്? മാധവിയെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയെന്നു? കിടത്തി. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? പാണിയമ്പാറ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. വെരി ഗുഡ്. ഈ ബഹളങ്ങളൊക്കെ ഒന്ന് തീർന്നോട്ടെ. നിന്നെ ഞാൻ ചീലമല എസ്റ്റേറ്റിന്റെ മുതലാളിയാണ്. ഹലോ, ഗോപാലൻ സ്പീക്കിംഗ്. ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ വിശേഷം? വാട്ട്? ബോധമല്ല കിടന്ന് എന്റെ ഭാര്യയെ കാണാനില്ലെന്നോ? അവൾ എവിടെ പോകാനാ? നോൺസെൻസ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാധവിയെ കടത്തിക്കൊണ്ടുപോയി കൊന്നത് ബാബു ആണെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ചാപ്റ്റർ ക്ലോസ്. അപ്പോ ചീനമലയുടെ കാര്യം ഉറപ്പല്ലേ മുതലാളി? എന്താ സംശയം? ഉറപ്പല്ലെന്നോ? ഇന്നു മുതൽ നീ ചീനമല മണി മുതലാളിയാണ്. മണി മുതലാളി. കണക്ക് എഴുതിക്കോ, പിന്നെ തരാം. ഇവിടെ എങ്ങാനും താമസിക്കാൻ ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുമോ? ആ മുക്കിൽ അന്വേഷിച്ചാൽ അറിയാം. അവിടെ ഒരു വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്റെ ഈ 10-20 രൂപയുണ്ട്. ആ, അത് മതിയാവും. സാറേ, ഇവനെ വെറുതെ വിടാൻ പാടില്ല സാറേ. ആ പാവപ്പെട്ട സ്ത്രീയുടെ കാശും പിടിച്ചു പറിച്ചോണ്ട് ഇവൻ ഓടിയതാ സാറേ. ഇവൻ ഇത് തന്നെയാ ജോലി. അയ്യോ, നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, കാറിൽ കയറൂ. ഇതാ നിങ്ങളുടെ രൂപ. വലിയ ഉപകാരം. വരൂ.
വലിയ ഉപകാരം കുഞ്ഞെ. ഇനി ഞാൻ പോയിക്കോളാം. വരൂ. അല്ല, വീടൊന്നും ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ആരോരും ഇല്ലാത്ത എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ? അമ്മയില്ലാത്ത എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ആശ്വാസമാണ്. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. എന്താ ആലോചിക്കുന്നത്? ആർക്കും ഒരു ഭാരമായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് എന്നെ സഹായിക്കുന്നത് ഇഷ്ടമല്ലേ? ശരി മോനെ. വരൂ അമ്മേ. അങ്ങനെ ഒരേ ഇരിപ്പിരുന്നാലോ? ഓ, ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് കഴിയുന്നതും വേഗം ഞാനൊരു കല്യാണം കഴിക്കാമെന്ന് വെക്കുന്നത്. അല്ല, അങ്ങനെ കഴിച്ചാലും മതി അല്ലേ പിള്ളേ? അതിന് എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതറിഞ്ഞിട്ട് ആ മുതലാളി ഡ്രൈവർ രാഘവൻ പിള്ളയെ പിടിച്ച് ഒപ്പത്തിനെത്തിയിരിക്കുന്നത്. എന്താ എന്താ? മുതലാളിയുടെ അന്തസ്സിനൊത്ത എത്രയോ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. നമുക്ക് അന്വേഷിക്കാം. മാധവിയുടെ സ്ഥാനത്തേക്ക് വരാൻ അർഹതയുള്ള ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരാണെന്ന് പറഞ്ഞാൽ രാഘവൻ പിള്ള വേണ്ടത് ചെയ്യില്ലേ? ഞാൻ തുറന്നു തന്നെ പറയാം. രാഘവൻ പിള്ളയുടെ മകൾ ലതയെ എനിക്കിഷ്ടമാണ്. മുതലാളിയോട് ഞാൻ വളരെ കടപ്പെട്ടവനാണ്. പക്ഷേ അതിന് പകരം എന്റെ മോളെ കച്ചവടമാക്കാൻ ഞാൻ തയ്യാറല്ല. രാഘവൻ പിള്ളേ, എന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്കാണ് ഞാൻ അവളെ ആഗ്രഹിക്കുന്നത്. മുതലാളിയുടെ മകളാകാനുള്ള പ്രായമേ അവൾക്കുള്ളൂ. ഈ ബംഗ്ലാവിൽ ഒരു രാജ്ഞിയായിട്ട് അവൾക്ക് വാഴാം. വേണ്ട മുതലാളി, അവൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തിൽ അഭിമാനത്തോടെ ജീവിച്ചാൽ മതി. രാഘവൻ പിള്ളേ, അവസാനമായി നിങ്ങളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പലതും ആലോചിച്ചിട്ട് വേണം. വരും വരായികൾ ഞാൻ ഏറ്റാ പോലെ. സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയ അന്തസ്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മോളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടുകയില്ല. ഞാൻ പോകുന്നു. അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? കാലമില്ലടാ, അവൻ വരും. എന്റെ കാട്ടിൽ വന്ന് വീഴും. മോളെ മോളെ മോൾ ഉറങ്ങിയില്ലായിരുന്നല്ലേ? ഇന്ന് ഗോപാല മുതലാളിക്ക് കൂട്ടിരുന്നായിരിക്കും. എന്ത് ചെയ്യാം മോളെ, അയാള് നമ്മുടെ മുതലാളി ആയിപ്പോയില്ലേ. അച്ഛൻ അറിഞ്ഞൂടെ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന്? മണി 11 അതെങ്കിലും പറഞ്ഞ് അച്ഛനോടൊന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ? വരൂ, ഊണ് കഴിക്കാം. എനിക്ക് വിശക്കുന്നു. രാഘവൻ പിള്ളയുടെ മോള് നല്ല മിടിക്കുക. അവളെ നല്ലൊരു കാശുകാരന് വേണം കെട്ടിച്ചു കൊടുക്കാൻ. പറഞ്ഞാൽ എന്നെ പോലെ വലിയൊരു കാശുകാരൻ. കാശ് എത്ര വേണമെങ്കിലും എന്നോട് ചോദിക്കൂ, ഞാൻ തരാമല്ലോ. എനിക്ക് ചോറ് വേണ്ട മോളെ. മോളെ, നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് 6 മാസം അവൾ ആശുപത്രിയിൽ കിടന്നു. അന്ന് വേണ്ടി വന്ന പണം മുഴുവനും ഞാൻ കടം വാങ്ങിയത് മുതലാളിയോടാണ്. അതിലൊരംശം പോലും ഇതുവരെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുതലാളിയെ സന്തോഷിപ്പിക്കാനായി
അങ്ങനെ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കേണ്ടിയിരിക്കുന്നു. സമയം ഒരുപാടായി. അച്ഛൻ ഉറങ്ങിക്കുള്ളൂ.